റോസ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഹണി റോസ്, ഇക്കാര്യത്തിൽ പോലീസ് നടപടി ഉണ്ടായിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഹണി, എന്താണ് താങ്കൾക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷത്തിനപ്പുറം ഒരു മാനസികമായ ഒരു റിലീഫ് തരുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് ഞാനിപ്പോ കടന്നു പോകുന്നത്. എനിക്ക് നമ്മുടെ നിയമത്തിൽ ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു, നമ്മുടെ ഗവൺമെന്റിലും പോലീസ് ഡിപ്പാർട്ട്മെന്റിലും അടിയുറച്ച വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഫൈറ്റുമായിട്ട് മുമ്പോട്ട് പോകാം എന്നുള്ളൊരു ഡിസിഷൻ എടുത്തത്. ഞാൻ ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രിയോട് എനിക്ക് ഒന്ന് അദ്ദേഹത്തോട് സംസാരിക്കണം എന്നുള്ള ഒരു അവസരം ഞാൻ ചോദിച്ചിരുന്നു. അദ്ദേഹവുമായിട്ട് സംസാരിക്കാനും കഴിഞ്ഞു. അപ്പൊ എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. അദ്ദേഹം അത് വേണ്ട നടപടി സ്വീകരിക്കാമെന്ന് എനിക്ക് വാക്കും തന്നിരുന്നു. അതേപോലെ തന്നെ DGP സാറിന്റെ അടുത്തും മറ്റ് പോലീസ് ഒഫീഷ്യൽസിന്റെ അടുത്തൊക്കെ സംസാരിച്ചിരുന്നു. എല്ലാം കാരണം അത് അങ്ങനെ ഒരു വിഷയമാണ് ഞാൻ അഡ്രസ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത്രയും വലിയൊരു എന്താ പറയുക പിന്തുണ കിട്ടിയിരുന്നു. അത് ഇപ്പം ഇന്ന് രാവിലെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും അത് അത്ര എഫക്റ്റീവായിട്ട് അതിനൊരു ആക്ഷൻ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹണി, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചറിഞ്ഞത്? അദ്ദേഹം എന്തൊക്കെ ഉറപ്പാണ് നൽകിയത് ഹണിക്ക്? ബുദ്ധിമുട്ടുകളാണ് അദ്ദേഹത്തെ ധരിപ്പിച്ചത്. അതിന് വേണ്ട നടപടി സ്വീകരിക്കും അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞത്. ഈ ഹണി ആദ്യ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ ബോബി ചെമ്മണ്ണൂർ എന്ന പേര് പോലും പറഞ്ഞിരുന്നില്ല. അന്ന് ഞാൻ ഹണിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ച ആളാണ് ന്യൂസ് മലയാളത്തിൽ നിന്ന്. അപ്പോൾ ഹണി എന്നോട് പറഞ്ഞത് ഇനി ഉപദ്രവമായി പോയാൽ പോലീസ് നടപടിയിലേക്ക് പോകുമെന്ന കാര്യമാണ് ഹണി പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് ശേഷവും ഇദ്ദേഹം ഇതേ പരാമർശം ആവർത്തിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ നിന്ന് വിളിച്ച് സംസാരിക്കുമ്പോഴും ഇതേ വാക്ക് ആവർത്തിക്കുകയാണ്. അത് വളരെ നിഷ്കളങ്കമായാണ് അദ്ദേഹം പറയുന്നത്, ദ്വയാർത്ഥ പ്രയോഗത്തോടെ അല്ല പറഞ്ഞത് എന്നും പറയുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായും ആ ഫേസ്ബുക്ക് പോസ്റ്റിന് ശേഷവും ആ നടപടി ആവർത്തിച്ചതാണോ ഈ ഒരു പോലീസ് പരാതിയിലേക്ക് നീങ്ങുവാൻ ഹണിയെ പ്രേരിപ്പിച്ചത്? ഇദ്ദേഹത്തോട് ഈ വിഷയം എനിക്കുണ്ടായ ബുദ്ധിമുട്ടൊക്കെ കുറെ നാളുകളായിട്ട് നമ്മൾ ഈ സംസാരം നടക്കുന്നുണ്ട് ഇതിന്റെ. അപ്പൊ അന്നേരമെല്ലാം അതിനെ എന്താ പറയാ ഒരു തള്ളിക്കളയുന്ന ഒരു മനോഭാവമായിരുന്നു അദ്ദേഹത്തിന്. നമുക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട്, ഒരു സ്ത്രീയാണ് ഞാൻ, ഒരു സമൂഹത്തിലേക്ക് എന്നെ ഇട്ടുകൊടുക്കുകയാണ്, ഒരു വാക്കോ അല്ല ഇതേപോലുള്ള മോശം പരാമർശങ്ങളോ ജസ്റ്റേഴ്സോ ഒക്കെ വെച്ചിട്ട് അദ്ദേഹം എന്നെ ഒരു സമൂഹത്തിലെ ഇതേ മനോനിലയുള്ള ആളുകളിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മൾ മാനേജേഴ്സ് വഴി അറിയിച്ചിട്ടും പിന്നെയും അത് റിപ്പീറ്റ് ചെയ്യാണ്. ഇവരുടെ പ്രസ്ഥാനവുമായിട്ട് സഹകരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടും വീണ്ടും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത് തന്നെയാണ് ഉണ്ടാകുന്നത്. റിപ്പീറ്റ് ചെയ്യുന്നു. ഈ സെയിം മിസ്റ്റേക്ക് അല്ല, അതിലും മോശമായ രീതിയിലേക്ക് പിന്നെയും ഇദ്ദേഹം പോവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കംപ്ലൈന്റ് കൊടുത്ത് മുമ്പോട്ട് പോകാൻ വേണ്ടി തന്നെയാണ് ആ പോസ്റ്റ് ഇട്ടിരുന്നതും. അത് നമ്മൾ ലോയേഴ്സിന്റെ ഒക്കെ അടുത്ത് സംസാരിച്ച് അതെങ്ങനെയാണ് ഇപ്പം അതൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ചെയ്തതാണ്. അത് അങ്ങനെ ചെയ്താൽ മതി എന്നുള്ള ഒരു നിയമോപദേശം കൂടി കിട്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഹണിയുടെ മൊഴി എടുത്തിട്ടുണ്ടോ ഇപ്പോ പോലീസ്? ഇല്ല, മൊഴി എടുത്തിട്ടില്ല. അത് ആ പ്രൊസീജിയേഴ്സ് ഒക്കെ നടക്കുകയാണ്. അത് ഇന്ന് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഹണി, തെളിവുകളായി എന്തൊക്കെയായിരിക്കും ഹാജരാക്കുക? ഈ വീഡിയോ തെളിവുകളൊക്കെ ഹാജരാക്കുമോ? ാക്കിയിട്ടുണ്ട്. ഞാൻ എന്റെ ഫയൽ അങ്ങനെ തന്നെയാണ്, കംപ്ലൈന്റ് അങ്ങനെ തന്നെയാണ് ഫയൽ ചെയ്തേക്കുന്നത്. എല്ലാ എവിഡൻസും സബ്മിറ്റ് ചെയ്തിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഹണി, ആ പോസ്റ്റിൽ പറഞ്ഞതും പിന്നീട് പറഞ്ഞതും ഹണി പോകുന്ന ഇടത്തൊക്കെ ഇദ്ദേഹം പിന്നെയും വന്ന് ശല്യം ഉണ്ടാക്കും എന്ന കാര്യമാണ്. അങ്ങനെ ഒരു പിന്തുടർന്നുള്ള ശല്യം ചെയ്യൽ, സ്റ്റോക്കിംഗ് നടന്നിട്ടുണ്ടോ ഇവിടെ? തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ എന്റെ ബുദ്ധിമുട്ട് ഞാൻ അറിയിച്ചു കഴിഞ്ഞിട്ടും ഇവരുമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും വീണ്ടും ഞാൻ പങ്കെടുത്ത ഒരു ചടങ്ങിൽ, അതെനിക്കറിയില്ല, ഇവരുടെ ബ്രാൻഡ് അല്ല, ഇവരുമായിട്ട് ബന്ധമുള്ളതല്ല. പക്ഷെ ഇദ്ദേഹം വരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആ പ്രോഗ്രാമിന്റെ തലേദിവസം മാത്രമാണ്. അതും ഇദ്ദേഹം ഒരു പ്രൊമോഷൻ വീഡിയോ എന്നെ കൊളാബ് ചെയ്തും എന്റെ ശരീരത്തെ പറ്റി ഭയങ്കര മോശമായി വീണ്ടും റിപ്പീറ്റ് ചെയ്തത് ആവർത്തിച്ചിട്ടേക്കുന്ന ഒരു വീഡിയോയാണ്. അത് കാണുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇദ്ദേഹം ആ ചടങ്ങിനുണ്ട് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ടും ഇദ്ദേഹത്തിന്റെ ചടങ്ങിലേക്ക് എന്നെ വിളിക്കുന്നു. എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നു, ഞാൻ ചെയ്യില്ല എന്ന് പറയുന്നു. പിന്നെയും ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വീഡിയോസിലും പ്രസ് മീറ്റിലും ഒക്കെ ഇദ്ദേഹം ഇതേപോലെ അതിലും മോശമായിട്ട്, എനിക്ക് തോന്നുന്നു റീസെന്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂ ഇദ്ദേഹത്തിന്റെ വന്നത് ഈ അടുത്ത ദിവസങ്ങളിലാണ് വന്നേക്കുന്നത്. അതിൽ നിന്നെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ പിന്തുടർന്ന് തന്നെ ഇദ്ദേഹം അധിക്ഷേപിക്കുകയാണ്. ഈ ഉപദ്രവം ഞാൻ കുറെ നാളുകളായിട്ട് കണ്ടിന്യൂസ്ലി അനുഭവിക്കുകയാണ്. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെതിരായ ഒരു വ്യവസായിക്കെതിരായ നടപടി, അത് അറസ്റ്റ് നടപടി വരെ എത്തിയിരിക്കുന്നു, അറസ്റ്റിലേക്ക്, അതും ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയുള്ള അറസ്റ്റ്. ഈ നടപടി എത്രത്തോളം വലിയ ആത്മവിശ്വാസം തരുന്നുണ്ട് മുന്നോട്ടുള്ള പോക്കിൽ ഹണി?
കിട്ടും. കാരണം എനിക്ക് സ്ത്രീകൾക്ക് അങ്ങനെ ഒരു സംരക്ഷണം നൽകുന്ന ഒരു സിസ്റ്റമാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്നുള്ളതിന്റെ അടിയുറച്ച എക്സാമ്പിൾ ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയതുപോലെ വിളിച്ചു പറയാനുള്ള ഒരു നിയമം ഇവിടെ ഇല്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അത് സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലായാലും നിങ്ങൾക്ക് എന്തും വിളിച്ചു പറയാം എന്നുള്ള ഒരു മനോവൈകല്യത്തോടെയായിരുന്നു ആളുകൾ, പല ആളുകളും, എല്ലാ ആളുകളും നല്ല ഞാൻ പറയുന്നത്, പല ആളുകളും ഇദ്ദേഹത്തിന്റെ പാത പിന്തുടരുന്ന പല ആളുകളും അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിനൊക്കെ ഒരു അറുതിയായിരിക്കും ഈ ഒരു എന്താ പറയാ അറസ്റ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി ഹണിറോസ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏതായാലും വലിയ ആശ്വാസം എന്നാണ് ഹണിറോസ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞിരിക്കുന്നത്. അവർ ആ പരാതിയിൽ ഉറച്ചുനിന്നു. ആ പരാതിയുമായി അതിശക്തമായി മുന്നോട്ട് പോയതിൻ്റെ ഒരു ഫലം കൂടിയാണിപ്പോൾ ഈ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അത് ഒരുപാട് പരാതിക്കാരായ ഒരുപാട് സ്ത്രീകൾക്ക്, പൊതുവെ സമൂഹത്തിലുള്ള സ്ത്രീകൾക്ക് വലിയ ബലം പകരുന്നതാണ്, കരുത്തു പകരുന്നതാണ് ഈ ഒരു നടപടി. ഹണിറോസിൻ്റെ നിലപാടും വലിയ തോതിൽ സ്ത്രീകൾക്ക് കരുത്തു പകരുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം പല കേസുകളിലും പരാതിപ്പെടാതെ സ്ത്രീകൾ മടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കേസും കൂട്ടവുമായിട്ടൊക്കെ മുന്നോട്ട് പോകുവാനുള്ള മടി കാരണം പലരും പരാതിപ്പെടാതെ ഇരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു വലിയ കരുത്ത് പകരുന്നതാണ്, സന്ദേശം പകരുന്നതാണ് ഈ നടപടി, ഇവരുടെ ഈ നിലപാട് എന്ന കാര്യം സംശയമില്ലാതെ തന്നെ നമുക്ക് പറയാൻ കഴിയും. ഏതായാലും ഹണിറോസിന് വലിയ ആശ്വാസം, വലിയ മാനസികമായ ആശ്വാസം ഈ നടപടി കൊണ്ടുണ്ടായി എന്നാണ് അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്.